ഇപ്പോൾ മഴയ്ക്ക് ശമനമായെങ്കിലും എറണാകുളത്ത് 2 ദിവസത്തിനിടെ പെയ്ത കനത്ത മഴയിൽ 19 വീടുകൾ തകർന്നു. ആലപ്പുഴ ചെന്നിത്തലയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു. തൃശൂർ, കോട്ടയം ജില്ലകളിലും നാശനഷ്ടങ്ങളുണ്ടായി. കൊച്ചിയിൽ മഴ കുറഞ്ഞെങ്കിലും നാശനഷ്ടത്തിന് കുറവില്ല. 2.5 വർഷം മുമ്പ് പണി കഴിപ്പിച്ച തേവക്കൽ സ്വദേശി ലൈജുവിന്റെ വീട് മണ്ണിടിച്ചിലിൽ തകർന്നു. തലനാരിഴക്കാണ് ലൈജു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഉറങ്ങുമ്പോൾ സൗണ്ടാൻ കേട്ട് അപ്പം എൻ്റെ മണ്ണ് എന്താ വന്ന് വീണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 4 സ്റ്റെപ്പ് വെക്കലും ആ സാധനം വന്ന് ഒറ്റടി അടി. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തിന് ഞാൻ രക്ഷപ്പെട്ടാണ്. എറണാകുളത്ത് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. തൃശൂരിലെ തീരദേശ മേഖലയിൽ കടലാക്രമണ രൂക്ഷം. തീരദേശത്തെ വീടുകൾ പലതും നിലംപതിക്കാറായ അവസ്ഥയിലാണ്. ആലപ്പുഴ ചെന്നിത്തലയിൽ കനത്ത മഴയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. വെട്ടത്തുവിള LP സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞത്. ക്ലാസ് ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. വൈദ്യുതി വിതരണവും പലയിടങ്ങളിലും താറുമാറായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.